ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ എസ്തപ്പാനോസ്, സെയിൻറ്റ് സ്റ്റീഫൻ, ഡിസംബർ 26. പ്രഥമ രക്തസാക്ഷി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതേസമയം നമ്മൾ ബേത്ലഹേമിലെ രക്തസാക്ഷികളായ കുഞ്ഞുങ്ങളെയും ഓർക്കുന്നത് കൊണ്ട്, അവരുടെ തിരുനാളം ആഘോഷിക്കുന്നത് കൊണ്ട് പ്രഥമ രക്തസാക്ഷി, ക്രിസ്തീയ രക്തസാക്ഷി എന്നാണ് നമുക്ക് പറയാം. എങ്കിലും പ്രഥമ രക്തസാക്ഷി എന്ന് വിളിക്കുന്നത് സ്റ്റീഫനെയാണ്. പ്രോട്ടോ മാർട്ടിർ എന്ന് പറയും. റീത്ത്, കിരീടം എന്നൊക്കെയാണ് സ്റ്റെഫാനോസ് എന്ന വാക്കിനർത്ഥം. ഈ യെറൂസലേമിലെ മാതൃസഭയിൽ ആദ്യത്തെ അംഗങ്ങളെല്ലാം യഹൂദന്മാരായിരുന്നു, ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാരിൽ നിന്നുള്ളവർ, അവരിൽ കുറേ പേര് യഹൂദർ. അതായത് യഹൂദർ എന്ന് പറഞ്ഞാൽ പാലസ്തീനിൽ താമസിക്കുന്നവരും അരാമിയ ഭാഷ സംസാരിക്കുന്നവരും, അവരാണ് യഹൂദന്മാരെന്ന് പറയണേ. പിന്നെ യവനരും അംഗങ്ങളാകാൻ തുടങ്ങി. യവനർ എന്ന് വെച്ചാൽ ഗ്രീക്കുകാരെന്ന് ഇവിടെ പറയുന്നത് ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദരെയാണ്. അപ്പോൾ അരാമിയ സംസാരിക്കുന്ന യഹൂദരുണ്ട്, ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദരുണ്ട്. ഈ റോമാശ്രമത്തിലുടനീളം യഹൂദ കോളനികളുണ്ടായിരുന്നു. അവിടെ നിന്ന് ജെറൂസലേമിലേക്ക് വന്നവരാണ് ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദർ. അതേസമയം യെറൂസലേമിൽ തന്നെ അവർക്ക് അവരുടേതായ സിനഗോഗ് ഉണ്ടായിരുന്നു. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദർക്കുള്ള സിനഗോഗ് ഉണ്ടായിരുന്നു യെറൂസലേമിൽ. സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും ഭാഷാപരവുമായിട്ട് വ്യത്യസ്തതകളുടെ രണ്ട് സമുദായങ്ങളാണ് ഈ ആദിമസഭയിലുണ്ടായത്. ഈ രണ്ട്, അതായത് അരാമിയ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ ക്രിസ്ത്യാനികളായി, ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ ക്രിസ്ത്യാനികളായി. അപ്പോൾ സംസ്കാരം ഭൂമിശാസ്ത്രപരമായിട്ടും പിന്നെ ഭാഷാപരമായിട്ടും ഒക്കെ അന്തരങ്ങളുണ്ട്. പക്ഷേ യേശുക്രിസ്തു എന്ന് പറയുന്ന, ഈശോ മിശിഹ എന്ന് പറയുന്ന ഒരൊറ്റ ബിന്ദുവിൽ അവർ യോജിപ്പും ഐക്യതയും കണ്ടെത്തി. എങ്കിലും ഇങ്ങനെയൊക്കെ യോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോലും പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ബാക്കി നിന്നു. നമ്മൾ ചിലപ്പോൾ ആദിമസഭയിലെ അനുഭവം പോലെ എനിക്ക് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടും, പക്ഷെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദിമസഭയിലും. അപ്പോൾ പാട്ട് പാടിയെന്ന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നണേ. ആദിമസഭയിലെ എല്ലാം 100% പൂർണ്ണത ഉള്ളതായിരുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും, മാനുഷികമായ എല്ലാ പ്രശ്നങ്ങളും ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ദരിദ്രർക്കും വിധവകൾക്കും പ്രതിദിനം സഹായം വിതരണം ചെയ്തിരുന്നു. കൈനീട്ടം എന്നൊക്കെ പറയില്ലേ, നടപടി 6:1. പ്രധാനമായും ഭക്ഷണമാണ് വിതരണം ചെയ്യുക, ചിലപ്പോൾ പണം കൊടുത്തിരുന്നു. ഈ ഗ്രീക്കുകാരിലെ വിധവകൾ അവഗണിക്കപ്പെടുന്നതിന് പരാതി ഉണ്ടായി. മനഃപൂർവ്വമാണോ അതോ ആകസ്മികമാണോ നമുക്കറിയില്ല. ഏതായാലും ഈ വിവേചനവും അനീതിയും ഈ രണ്ട് ഗണങ്ങൾ തമ്മിൽ, യഹൂദ ക്രിസ്ത്യാനികളും ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദരിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ, അവർ തമ്മിൽ ഒരസലുകളുണ്ടാക്കി. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ്. ആ പരിഹാരം കണ്ടെത്തുന്ന പ്രക്രിയയിലാണ് എസ്തപ്പാനോസ് ആദ്യമായിട്ട് ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോസ്തലന്മാർ എന്താ ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുമ്പോൾ രണ്ട് ശുശ്രൂഷകൾ തമ്മിൽ വേർതിരിച്ചു. ഒന്ന് ദൈവവചന ശുശ്രൂഷ, ദ സർവീസ് ഓഫ് ദ വേർഡ്. മറ്റൊന്ന് ഭക്ഷണ മേഖലയിലെ ശുശ്രൂഷ, ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷ. രണ്ടും പ്രധാനപ്പെട്ടതാണെങ്കിലും സഭയെ സംബന്ധിച്ച് ദൈവവചന ശുശ്രൂഷയാണ് കൂടുതൽ മനസ്സിരുത്തേണ്ടത്. കാരണം സഭ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രസ്ഥാനമല്ല, ഒരു സാമൂഹിക സംഘടനയല്ല സഭ, മറിച്ച് അതൊരു ദൈവിക സംവിധാനമാണ്. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കാണ് പ്രാധാന്യം. മാത്രമല്ല, പൗരന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട പ്രഥമ ചുമതല സർക്കാരിനാണ്, സഭയ്ക്കല്ല, സർക്കാരിനാണ്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തന്നെയും വാഴിച്ചതും പട്ടം കൊടുത്തതൊക്കെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ 12 പേരുടെ പ്രഥമ കർത്തവ്യം വചന ശുശ്രൂഷയാണെന്ന് നിജപ്പെടുത്തി. ദൈവവചന ശുശ്രൂഷയാണ് സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെയും ചുമതല. വചന പ്രഘോഷണം, ദൈവവചന പ്രഘോഷണം, അതിലൊരു കോംപ്രമൈസും ഇല്ല, ഒരു നെഗോസിയേഷനും ഇല്ല. എന്നാൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. അത് വചന പ്രഘോഷണം പ്രയോഗത്തിൽ വരുത്തുന്നതിൻ്റെ ഒരു പടിയാണ്. അതിനാൽ 7 പേരുടെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. 7 പേരുടെ സംവിധാനം എന്ന് വെച്ചാൽ കെട്ടിടമല്ല, ഒരു സ്ഥാപനം, ഒരു സംവിധാനം. യഹൂദരുടെ നഗരസഭയിൽ 7 അംഗങ്ങളാണ് പതിവ്. നിയമാവർത്തനം 16-18 എന്നാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ അത് നടപടി 16-18 ചെറിയ സംശയമുണ്ട് എനിക്ക്. നിങ്ങളെ ഒന്ന് പരിശോധിക്കാം. അതായത് 7 അംഗങ്ങളാണ് യഹൂദരുടെ നഗരസഭയിലുണ്ടായിരുന്നത്. അതനുസരിച്ചിട്ടാണ് ഇവിടെ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഡീക്കന്മാരിൽ പീലിപ്പോസിനുണ്ട്, എസ്തപ്പാനോസ് ഉണ്ട്. അവർ വചന ശുശ്രൂഷ നടത്തുന്നുണ്ട്. നടപടി 6:8, 8:40 കാണാം. അങ്ങനെയാണ് യെറൂസലേം പുറത്തേക്ക് വചനത്തിൻ്റെ സദ്വാർത്ത പ്രചരിച്ചത്. അതിനാൽ ഈ 7 പേരുടെ നിയമനം
സഭാ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി സഭ മാറുന്നത് ഈ 3 ശുശ്രൂഷകളിലൂടെയാണ്. ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി സഭ മാറുന്നത് ഈ 3 ശുശ്രൂഷകളിലൂടെയാണ്. വചന ശുശ്രൂഷ, പ്രേക്ഷിത ദൗത്യം, ദരിദ്ര ശുശ്രൂഷ. വചന ശുശ്രൂഷയുടെ ഭാഗമാണ് ലിറ്റർജി. വചന ശുശ്രൂഷ, വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷത്തെയാണ് കൂദാശകൾ എന്ന് പറയുന്നത്. അതിനാണ് ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് അത് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ, പ്രേക്ഷിത ദൗത്യം, വചന പ്രഘോഷണം. വചന ശുശ്രൂഷ വേറെ, വചന പ്രഘോഷണം വേറെ. പ്രേക്ഷിത ദൗത്യം മറ്റുള്ളവർ പ്രഘോഷിക്കുക. ഉള്ളിലുള്ളവർക്കുള്ള വചന ശുശ്രൂഷയാണ് ലിറ്റർജി അടക്കമുള്ള വചന പ്രഘോഷണം. പിന്നെ പ്രേക്ഷിത ദൗത്യം, വചനം മറ്റുള്ളവരോട് പുറത്തുള്ളവർ പ്രഘോഷിക്കുക. പിന്നെ ദരിദ്രരെ ശുശ്രൂഷിക്കുക. ഇങ്ങനെ ഈ സഭ, ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി സഭ മാറുന്ന ആ പ്രക്രിയയിൽ വലിയൊരു റോളാണ് ഈ എസ്തപ്പാനോസിന് മറ്റ് ഡീക്കന്മാരോടൊപ്പം ഉണ്ടായത്. ഇവർക്ക് കൊടുക്കുന്ന ആ ശുശ്രൂഷയുടെ പല ഘടകങ്ങൾ പരിഗണിച്ചാണ് ഡീക്കൻ പട്ടം എന്ന് പറയുന്ന പട്ടം തന്നെ സഭയിലുണ്ടായത്. അതേക്കുറിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടോക്കെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രഥമ രക്തസാക്ഷി, ഇതിനെക്കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. ഈ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഏതാണ്ട് അതേ പ്രായമുള്ള ഒരാൾ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പൗലോസ്, സാവുൾ എന്ന് പറഞ്ഞ പൗലോസ്. ഏതാണ്ട് അതേ പ്രായമാണ്. കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. കല്ലെറിഞ്ഞ വെച്ചാൽ കറക്റ്റ് സ്പോട്ടിലൊരു കല്ല് കൊണ്ടു കഴിഞ്ഞാൽ മരിക്കും. അല്ലെങ്കിൽ ഈ കല്ലേറ് മുഴുവൻ കൊണ്ട് ഒരു എന്താ പറയുക, ദുരിതപൂർണമായ ഒരു മരണമാണത്. അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ കല്ലെടുത്ത് എറിയുമ്പോൾ ഈ എസ്തപ്പാനോസ് മുട്ടുകുത്തി ഇങ്ങനെ സ്വർഗത്തിലേക്ക് മുട്ടുകുത്തി, അങ്ങനെയാണ് മുട്ടുകുത്തുന്ന പാരമ്പര്യം നമ്മുടെ സഭയിലേക്ക് വരുന്നത്. മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി പറയാണ്, ഡു നോട്ട് ചാർജ് ദിസ് ക്രൈം അഗെയിൻസ്റ്റ് ദം. ഇവരിൽ ഈ കുറ്റം ആരോപിക്കരുത്, ഈ കുറ്റം ഇവരിൽ ആരോപിക്കരുത്. കർത്താവിൻ്റെ പ്രാർത്ഥന പോലെയുണ്ടത്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. ആ പ്രാർത്ഥന കേട്ട് ഒരു കവർച്ചക്കാരൻ മാനസാന്തരപ്പെട്ടു. അവരോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് പറമ്പിച്ചാലായിരിക്കും. ഈ എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥന, ഈ കുറ്റം അവരുടെ മേൽ ചാർജ് ചെയ്യരുത്, ഈ കുറ്റം അവരുടെ മേൽ ചാർത്തരുത്. അത് സാവുൾ കേൾക്കുകയാണ്. സാവുൾ കേൾക്കുക. ഈ സാവുളിനെ മാനസാന്തരപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വെളിപാട്, ഒരു പ്രകാശം പുറമെന്ന് വന്നു. പക്ഷേ ഇത് ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന, ഈ ക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രാർത്ഥന കേട്ട് ഒരു കവർച്ചക്കാരൻ മാനസാന്തരപ്പെട്ടതുപോലെ എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയാണ് പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ടാകുക എന്ന്. ഹി വാസ് ബ്രീത്തിങ് ത്രെറ്റ്സ് ആൻഡ് മർഡർ എന്നാണ് പൗലോസിനെ കുറിച്ച് പറയണേ. ശ്വാസത്തിൽ പോലും ഭീഷണിയും കൊലപാതകം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പൗലോസിനെ മാനസാന്തരം വന്നത് ഇവൻ്റെ പ്രാർത്ഥന കൂടിയാണ്, എസ്തപ്പാനോസിൻ്റെ. നമുക്ക് നമ്മുടെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകട്ടെ, അപ്പോൾ മാനസാന്തരങ്ങൾ ഉണ്ടാകും. ഈ ഇന്ത്യയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടാകണം, എങ്കിലാണ് സഭ വളരുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, ജീവിക്കുന്നവരും മരിക്കുന്നവരുമായിട്ടുള്ള രക്തസാക്ഷികളുടെ ധാരാളം പേരുണ്ടാകണം. അതിനുള്ള സുവർണ അവസരമാണ്. പുറത്തുനിന്നാണെങ്കിലും അകത്താണ്, സഭയുടെ ഉള്ളിലും സഭയുടെ പുറത്തും രക്തസാക്ഷികളാകാൻ പറ്റിയ നല്ല സംവിധാനമാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ സുവർണ അവസരം നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.